ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളുടെ ഒരു ഓഫ് ഡേ. എന്നാൽ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തേക്കാണെന്ന് കരുതി. പിന്നെ ഇത് ഇപ്പോഴത്തെ വീഡിയോ ഒന്നല്ല കേട്ടോ, കുറച്ച് നാളായ വീഡിയോ ആണ്. എഡിറ്റ് ചെയ്തിടാൻ കുറച്ച് ലേറ്റായിരുന്നേ ഉള്ളൂ. അങ്ങനെ രാവിലെ ഞങ്ങൾ എണ്ണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായി, പിന്നെ നേരെ സ്കിൻ കെയറിലോട്ട് കിടന്നു. അങ്ങനെയൊന്നും കേട്ടോ, തോന്നുന്നതൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പം എന്തായാലും സെറാപ്പിൾ ചെയ്ത് മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഇട്ട് സൺസ്ക്രീനൊക്കെ ഇട്ട് നേരെ ഞങ്ങളുടെ പരിപാടി സ്റ്റാർട്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ കുക്കിംഗ് പരിപാടിയിലേക്ക് കിടന്നു. കെട്ടിയൻ അവിടെ സവാള ഗിരിഗിരി നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമയം കൊണ്ട് ഞാൻ ചിക്കനൊക്കെ വാഷ് ചെയ്തു. പിന്നെ നിങ്ങളുടെയൊക്കെ ഓഫ് ഡേ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളുടെ ഓഫ് ഡേ എന്ന് പറയുന്നത് കുക്കിങ്, ഷോപ്പിങ്, അങ്ങനെയൊക്കെ ഒരു ദിവസം അങ്ങ് പോകും. ഒന്നിച്ചൊരു ഓഫ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര റെയറാണ്. ഒന്നിച്ച് കുക്കിങ്ങൊക്കെ ചെയ്യാൻ കയറുമ്പോൾ നമ്മുടെ പണിയൊക്കെ പെട്ടെന്ന് തീരും. ഒരാൾ പച്ചക്കറി അരിയും സവാള എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അരിഞ്ഞ് പറക്കി തരും, മറ്റേ ആൾ കുക്കിംഗ് ചെയ്യും. അപ്പോഴത്തേക്കും നമ്മുടെ പണിയൊക്കെ പെട്ടെന്ന് തീരും. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് പണിയൊക്കെ പെട്ടെന്ന് തീർത്തൊന്ന് പുറത്തൊക്കെ പോകണം. അങ്ങനത്തെ പ്ലാനിങ്ങിലൊക്കെ ഞങ്ങളുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് കുക്കിങ്ങൊക്കെ ചെയ്ത് ചിക്കൻ കറി വെക്കുക, ചോറ് വെക്കുക, പിന്നെ തൈരൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് ഒത്തിരി കറികൾ വേണമെന്നൊന്നുമില്ല, ഉള്ള കറികളൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഞാനായാലും ഇച്ചു ആയാലും ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് കറികൾ വേണം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഉച്ചക്കത്തേക്ക് ചോറ് കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചിക്കൻ കറി, തൈര് ഇരിപ്പുണ്ട്, പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ചമ്മന്തിപ്പൊടി, അങ്ങനെ കുറച്ച് കറികളൊക്കെ ഇരിപ്പുണ്ട്, അച്ചാർ, അതൊക്കെ തന്നെ ധാരാളം ലാവിഷായിട്ട് നമുക്കൊരു നേരത്തെ ആഹാരം കഴിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് ഞാനൊരു സൈഡിൽ നിന്ന് കുക്ക് ചെയ്യും, ഒരു സൈഡിൽ പാത്രം കഴുകും. അങ്ങനെ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് നമുക്കത് പുറത്ത് പോകണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. വീക്ക്ലി ഷോപ്പിങ്ങൊക്കെ നമ്മൾ ഓഫ് ഡേയ്സിലാണ് നടത്തുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കുക്കിംഗ് നടത്തണം. അതുകൊണ്ട് ഞങ്ങളിന്ന് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കുക്കിംഗ് ചെയ്തെങ്കിൽ മാത്രമേ പുറത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാൻ പറ്റത്തുള്ളൂ. കാരണം നെക്സ്റ്റ് ഡേ രണ്ടുപേർക്കും ഡ്യൂട്ടി ഉണ്ടല്ലോ. അപ്പോൾ ഒരുപാട് താമസിച്ചാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ എണീറ്റ് കുക്കിങ്ങൊക്കെ സ്റ്റാർട്ടാക്കിയത്. കഴിഞ്ഞ വട്ടം സാധനം വാങ്ങാൻ പോയപ്പോൾ കുറച്ച് മാങ്ങ വാങ്ങിയായിരുന്നു. നല്ല പഴുത്ത മാങ്ങ. ഇച്ചിനാണെങ്കിൽ മാങ്ങ ഭയങ്കര ഇഷ്ടം. അത് അരിഞ്ഞു കൊടുത്താലും ജ്യൂസ് അടിച്ചാലും എങ്ങനെ കൊടുത്താലും കഴിച്ചോളൂ. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ മാങ്ങ പഴുത്തിരിക്കുന്നു. എന്നാൽ പിന്നെ മാങ്ങ ജ്യൂസും കൂടി അടിച്ചേക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ മാങ്ങ ജ്യൂസൊക്കെ അടിച്ചു. പിന്നെ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഓഫറിന് ഐസ്ക്രീം ഉണ്ടായിരുന്നു. അങ്ങനെ ഐസ്ക്രീമും മാങ്ങയുടെ ഒക്കെ കൂട്ടി ഞങ്ങളത് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തു പോയത്. അങ്ങനെ ഞങ്ങളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് പോയി. പിന്നെ പുറത്തോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്ത് അങ്ങനെ നേരെ ഷോപ്പിങ്ങിന് പോയി. ഷോപ്പിങ്ങിന് വരുന്ന സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ലിസ്റ്റൊക്കെ ഇട്ടായിരിക്കും സാധനം വാങ്ങാൻ പോകുന്നത്. അങ്ങനെ ലിസ്റ്റ് അനുസരിച്ച് നമുക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴി കുറച്ച് ദഹിപ്പൂരിയൊക്കെ വാങ്ങി കഴിച്ച് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് കുക്കിങ്, ഷോപ്പിങ്, പിന്നെ ട്രാവൽ, നമ്മൾ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ഞാൻ അതനുസരിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകുന്നു. റൂമിൽ ചില സാധനങ്ങളൊക്കെ പറക്കി അടുക്കി വെക്കുക, കിടന്നുറങ്ങുക, അത്ര തന്നെ. അപ്പോൾ എല്ലാവർക്കും